ഇന്നൊരു രാവിലത്തെ വീഡിയോ ആണ്. നേരെ ഉറങ്ങി എണീക്കുക, നേരെ വരെ അടുക്കളയ്ക്ക് ചോറിന് വെള്ളം വയ്ക്കാം. അതാണ് എൻ്റെ എന്നത്തെയും പതിവ്. അതായത് രാവിലെ തന്നെ ചോറ് വെച്ചാൽ ഉച്ചയ്ക്കലേക്കും കൂടെ ആണല്ലോ. പിന്നെ വൈകുന്നേരം രാത്രിക്കുള്ളത് നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ ഉച്ചയ്ക്കാണ് ലഞ്ചിനും ചോറും എല്ലാം വയ്ക്കുകയാണെങ്കിൽ പിന്നെ വൈകുന്നേരം ഒന്നും വെക്കണ്ട. അങ്ങനെയൊക്കെയാണ് നമ്മൾ എപ്പോഴും പോണത്. അപ്പോൾ രാവിലെ തന്നെ ഒരു കടലക്കറിയും ചോറും ഒരു മീൻ വറുത്തതും. മീൻ വന്നിട്ടില്ല, വരണേലോ, വന്നിട്ട് വാങ്ങിയിട്ട് വേണം വറുക്കാൻ. ക്ലീനിങ് വീഡിയോ ഒന്നും ചെയ്യണില്ല. അപ്പോൾ അതേ കടലക്കറിക്കുള്ള പരിപാടി തുടങ്ങുകയാണ്. ഉരുളക്കിഴങ്ങ് കട്ടിങ്ങും. കടല ഞാൻ ഇന്നലെ വൈകുന്നേരം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് കുക്കറിലിട്ടിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും സുഖമാണല്ലോ, എനിക്കും ഇവിടെ സുഖമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ എല്ലാവരോടും ലൈക്ക് ചെയ്യോ, സബ്സ്ക്രൈബ് ചെയ്യോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യും വേണം, അതിൻ്റെ കൂടെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രാവിലെയാണ്, ഏട്ടൻ ഉണ്ടായിരുന്നില്ല. ഏട്ടനൊരു വർക്കിൻ്റെ പേരിൽ പോയിട്ട് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചായയൊക്കെ പതുക്കെ വെച്ചാൽ മതി. ഏട്ടൻ ഉണ്ടാകുമ്പോൾ ഉറങ്ങി എണീറ്റതും ചോറിന് വെള്ളം വെച്ച് ചായ വെച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള പണി, കറി വയ്ക്കാനും ടിഫിനൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് പിന്നെ കറിക്കുള്ളതും കൂടെ കുക്കറിൽ വെച്ചിട്ട് ചോറ് ജംഗ്ഷനിലും വെച്ചിട്ട് ഇറക്കി വെച്ചിട്ട് ചായ കുടിക്കാനിരിക്കാമല്ലോ. അപ്പോൾ കുറച്ച് നേരം ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉരുളക്കിഴങ്ങൊക്കെ കുക്കറിൽ, ഉരുളക്കിഴങ്ങ്, തക്കാളി, പിന്നെ കടല, വേറെ ഒന്നും ഇട്ടിട്ടില്ല. സവോളയോ ചെറിയുള്ളിയൊക്കെ ഇടുകയാണെങ്കിൽ ഇടാം. ഞാനങ്ങനെ അധികം ഇവരൊന്നും കഷ്ണങ്ങളൊന്നും കഴിക്കില്ല. നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ടാലും ഞാൻ ചിലപ്പോൾ അത് കുറച്ച് വെന്തിലേക്ക് ഇങ്ങനെ ഉടച്ചിടും. അല്ലാതെ ഇവരൊന്നും കഴിക്കില്ല. കടലയാണെങ്കിൽ കടലയൊക്കെ കഴിക്കാം, വേറൊന്നും കഴിക്കില്ലല്ലോ. അതുകൊണ്ടാണ് കൂടുതൽ വെജിറ്റബിൾസും സാമ്പാറിനുള്ളതും എല്ലാം കുറവാണ്. ഗ്രേവി മാത്രമേ ആവശ്യമുള്ളൂ, അതായത് ഈ ഒഴിച്ചു കറിക്കുള്ള കറി മാത്രമേ വേണ്ടൂ. പിന്നെ തക്കാളിയൊക്കെ കട്ട് ചെയ്ത് തേങ്ങ ഞാനിങ്ങനെ പൂണ്ടാണല്ലോ ഇടുക, ചിരവാണ്ട് അരയ്ക്കുമ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുക. അതൊരു എളുപ്പപ്പണിയാണ്, എനിക്ക് എളുപ്പപ്പണിയാണ്. ഇനിയിപ്പോൾ എല്ലാവരുടെയും എനിക്കറിയില്ല. ഞാൻ എപ്പോഴും അങ്ങനെ പെട്ടെന്ന് പൂണ്ടിട്ട് തന്നെയാണ് തേങ്ങ അരയ്ക്കാനിടുക. പിന്നെ ഈ കടലക്കറീൻ്റെ കൂട്ടത്തിൽ ചപ്പാത്തിയും പുട്ടൊന്നും ഉണ്ടാക്കാനില്ല. ഒന്ന് ചെറിയൊരു മടിയൊക്കെ ഉണ്ട്. അപ്പോൾ പിള്ളേരെല്ലാം ചോദിച്ചു ഉപ്പുമാവ് ഉണ്ടാക്കി തരട്ടേന്ന്. അപ്പോൾ കുഞ്ഞാറ്റ പറഞ്ഞു ശരി, കുഴപ്പമില്ല. അവനാണെങ്കിൽ ചപ്പാത്തി അവൻ എപ്പോഴും ചപ്പാത്തി ഇഷ്ടത്തിൻ്റെ ആളാണ്. പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കി തരടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സോപ്പൊക്കെ ഇട്ടപ്പോൾ ഓ ശരി എന്നാൽ പിന്നെ ഉപ്പുമാവെങ്കിൽ ഉപ്പുമാവ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഉപ്പുമാവ് കഴിച്ചു. തേങ്ങയ്ക്ക് എല്ലാം പൂണ്ട് മിക്സിയിലാക്കുമ്പോഴേക്കും ചോറ് തളിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കട്ടെ. ഞാൻ റേഷൻ കടയിലെ അരി തന്നെയാണ് ചോറ് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും. ജംഗ്ഷനിൽ മറ്റേ വേവുള്ള അരിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് സമയം ഇരിക്കണം എന്നേ ഉള്ളൂ. റേഷൻ അരി ആകുമ്പോൾ ഒരു അരമണിക്കൂറും കൂടെ വേണ്ട, പെട്ടെന്ന് തന്നെ ആയി കിട്ടും, ചോറ് വെന്ത് കിട്ടും. അപ്പോൾ ജംഗ്ഷനിലാക്കി വെച്ചിട്ട് അതവിടെ ഇരിക്കട്ടെ. ആ പണി പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ നടക്കണ്ട. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ജംഗ്ഷനിൽ വെക്കുകയാണെങ്കിലും ഞാൻ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാറുണ്ട്. കാരണം ഇല്ലെങ്കിൽ അടിയത്തെ ചോറ് പതുക്കെ വേവും, മുകളിലെ ചോറ് പെട്ടെന്ന് വേവും, അങ്ങനെയാണ്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഗ്യാസിൽ അടുപ്പിൽ വെക്കും പോലെ തന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാവിടെയും ഒരേപോലെ വെന്ത് കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ ഇളക്കി കൊടുക്കാറുണ്ട്. ഈ റേഷൻ അരിക്കൊന്നും ഇളക്കി കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നോർമൽ എല്ലാവിടെയും വെന്തോളും. പക്ഷേ മറ്റേ നല്ല വേവുള്ള അരിയൊക്കെ ഉണ്ടല്ലോ, ഈ കുറുവ അങ്ങനെയുള്ള അരിയൊക്കെ, അത് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് നേരെ വേവില്ല, അടി വേവില്ല, മോള് മാത്രമേ വേവുള്ളൂ. പിന്നെ എൻ്റെ തേങ്ങ അരച്ച് കഴിഞ്ഞു. തേങ്ങ അരയ്ക്കാനായിട്ട് ഞാൻ തേങ്ങയിൽ വെളുത്തുള്ളിയും പെരിഞ്ചീരകവും ഇട്ടിട്ടാണ് തേങ്ങ അരച്ചിട്ട് ഈ കടലക്കറിയിലിടുന്നത്. ഇത് ഞാൻ ഇങ്ങനെയാണ് വെക്കുക, എല്ലാവരും ഇങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇങ്ങനെ വെക്കുമ്പോഴും ടേസ്റ്റ് തന്നെയാണ്. അതായത് ഇങ്ങനെ തക്കാളിയും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് കടലയൊക്കെ ഇട്ടിട്ട് പിന്നെ തേങ്ങ അരയ്ക്കുമ്പോൾ തേങ്ങയിൽ പെരിഞ്ചീരകവും വെളുത്തുള്ളി ഇട്ട് അരച്ചിട്ടാണ്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിടും പോലെ എല്ലാം ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് കുക്കറിൽ മൂടി വയ്ക്കുകയാണ്. പിന്നെ എൻ്റെ മൺചട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനത് മയക്കാനായിട്ട് പുതിയ ചട്ടി വാങ്ങിയിട്ട് നമ്മളിങ്ങനെ ചട്ടി മയക്കുക എന്ന് പറയുമല്ലോ, സീസൺ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്നലെ വൈകുന്നേരം തന്നെ കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചതാണ്. പിന്നെ കുറേ പ്രോസസ്സ് ഉണ്ട് കേട്ടോ. മയക്കി കഴിഞ്ഞപ്പോൾ അടിപൊളി ചട്ടിയാണ്. നോൺ സ്റ്റിക്കൊക്കെ മാറി നിൽക്കണം, അത്രയും നല്ല അടിപൊളിയായിട്ട്
എൻ്റെ മൺചട്ടി വന്നിട്ടുണ്ട്. കടലക്കറിക്കുള്ള കുക്കർ അടുപ്പിൽ വെച്ചിട്ടാണ് ചായ ഉണ്ടാക്കാൻ വന്നത്. ചായ നല്ലോണം ഒന്ന് തിളയ്ക്കട്ടെ. ഏട്ടനില്ലാത്തതുകൊണ്ട് ചായക്ക് കടുപ്പം കുറവാണ്, മധുരം കൂടുതലാണ്. ഏട്ടനുണ്ടെങ്കിൽ കടുപ്പം കൂടുതലാണ്, മധുരം കുറവാണ്. അപ്പം എനിക്ക് മാത്രമല്ലേ, പിന്നെ വരിക്കുട്ടിക്കുണ്ട്. വരിക്കുട്ടിക്കും ലൈറ്റ് ചായ ഇഷ്ടമാണ്. എനിക്കും ഇങ്ങനെ പാൽ ചായ, ലൈറ്റ് പാൽ ചായയൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് പുതിയതൊന്നുമല്ല, കുറച്ചധികം നാളായി വാങ്ങിയിട്ട്. അപ്പം എനിക്ക് ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് പറയുന്നത്. നല്ലൊരു ചായ, എവിടെയും പുറത്തൊന്നും പോവാതെ കണ്ടോ, ഇത് കൂടെ ഇങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയും പണ്ട് മണ്ണെണ്ണയൊക്കെ ഇങ്ങനെ ഒഴിക്കുമ്പോൾ, വിളക്കിലൊക്കെ ഒഴിക്കുമ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇപ്പം അതുപോലത്തെയാണ് ചായയ്ക്കും വന്നിരിക്കുന്നത്. നല്ല കണ്ടോ, എത്ര പൊക്കി ഒഴിച്ചാലും ഹൈറ്റിലൊക്കെ ആക്കി ഒഴിച്ചാലും എവിടെയും പോവാതെ തന്നെ ചായ കിട്ടും. പക്ഷേ നമ്മൾ ചായ ആറ്റുമ്പോൾ അതെങ്ങനെയും പോവും, കുറച്ച് പോവും. അതപ്പം തന്നെ തുടച്ച് കഴിഞ്ഞു. അങ്ങനെ ഒന്ന് ചായ ആറ്റിയിട്ട് വരിക്കുട്ടിക്ക് ഞാൻ അവിടെ ക്ലാസ്സിൽ ഒഴിച്ച് വെച്ചു. അവൻ ഉറങ്ങി എണീക്കുമ്പോഴേക്കും ചൂടാറിയാൽ മതിയല്ലോ. ഉറങ്ങി എണീച്ച് ചൂടാറിയ പച്ചവെള്ളം പോലെ ആവണം. എന്നിട്ട് ഇങ്ങനെ കുടിക്കും. അങ്ങനെയാണ് ചായ കുടിക്കുക. അല്ല, അത് അത്ര ചൂടോടെയൊന്നും കുടിക്കില്ല. എപ്പോഴും ചൂടാറ്റിയിട്ട് തന്നെ കൊടുക്കുക. പിന്നെ ചായ കുടിക്കാൻ ഏട്ടനില്ലാത്തതുകൊണ്ട് സിറ്റ് ഔട്ടിൽ ഇരിക്കാനുള്ള, ഏട്ടൻ ഉണ്ടെങ്കിൽ സിറ്റ് ഔട്ടിൽ ഇരിക്കാനാണ്. അങ്ങനെ രണ്ടാളും കൂടെ വർത്തമാനം പറഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ ഇന്നിപ്പം ചോട്ടൂസും പിള്ളേരൊക്കെ ഇവിടെ കണ്ടപ്പോൾ ഞാൻ എന്നാൽ ശരി ഇവിടെ വന്നിരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നതാണ്. നമ്മുടെ കാലൊച്ച കേൾക്കുമ്പോഴേക്കും ഓടി വരും. ഇവർക്ക് ചോട്ടുവിനെ കൂടൊന്നുമില്ല. ചോട്ടു നമ്മുടെ ഉള്ളിലും സിറ്റ് ഔട്ടിലും വീട്ടിൽ തന്നെയാണ് വളർന്നത്. അപ്പോൾ ഈ കുട്ടികൾക്കും നമ്മളങ്ങനെ കൂടൊന്നും ആക്കിയിട്ടില്ല. ഇത് വരിക്കുട്ടിയുടെ പണിയാണ്. ഈ ചെയറിൻ്റെ അടിയിൽ, ഈ ചെയർ ഞാനിങ്ങനെ പണ്ടത്തെ ചെയറാണ്. അപ്പോൾ നമ്മളത് ഉപയോഗിക്കാതെ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിലാണ് ഇടുക. അപ്പോൾ അതിൻ്റെ അടിയിൽ എൻ്റെ ഒരു പഴയ നൈറ്റിയൊക്കെ എടുത്തിട്ട് വന്ന് ഒരു ചാക്കൊക്കെ വെച്ച് കൊടുത്ത് ആ നൈറ്റിയൊക്കെ വിരിച്ചിട്ട് വരിക്കുട്ടിയാണ് ഈ കുട്ടികളെ അവിടെ കിടത്തിയിരിക്കുന്നത്. അപ്പോൾ അവരവിടെ തന്നെ കിടന്നോളും കേട്ടോ. ചോട്ട് ഇപ്പോഴും പണ്ടത്തെ പോലെ സിറ്റ് ഔട്ടിൽ തന്നെയാണ്. ഇടയ്ക്ക് വരും, ഈ കുട്ടികൾക്കൊക്കെ പാൽ കൊടുക്കും, പിന്നെയും പോവും. ആൾ സിറ്റ് ഔട്ടിൽ പോയി കിടക്കും. അയാളുടെ സ്ഥലം അയാൾ വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ചോട്ടിൻ്റെ പിള്ളേർ ഇവിടെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചോറൊക്കെ ഇങ്ങനെ ബാക്കിൽ തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളിനെയൊക്കെ കാണുമ്പോൾ ഓടി വന്ന് നമ്മുടെ കൂടെ കുറച്ച് നേരം നിൽക്കാനൊക്കെ നോക്കും. അങ്ങനെ എൻ്റെ ചായ കൂടി അവിടെ ഇരുന്നിട്ട് തന്നെ കഴിഞ്ഞു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കടലയ്ക്ക് വിസിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഞാൻ ഉടച്ചു കൊടുക്കുകയാണ്. കടലക്കറിയും റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് വേണം ഇനി രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വേണം, എന്തായാലും കരുതണമല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പൊട്ടുകടലയൊക്കെ കഴിഞ്ഞു. ഉപ്പുമാവിനെ കടുക് പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടുകടലയൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ച് വാങ്ങാനുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങൾ ഏകദേശം എല്ലാം ഉണ്ട്. എന്നാലും കുറച്ച് ഇടയിൽ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് അങ്ങനെയാണല്ലോ നമ്മുടെ അടുക്കളയിൽ. നമ്മൾ എല്ലാം ആയി എന്ന് പറഞ്ഞിട്ട് എല്ലാം വാങ്ങി വയ്ക്കും. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് കുറവായിരിക്കും. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് പിന്നെ അത് വാങ്ങണം. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കടുകൊന്നും അങ്ങനെ കഴിയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അതെപ്പോഴും സ്റ്റോക്കായിട്ട് തന്നെ ഉണ്ടാവും. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കഴിയുമ്പോൾ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് വാങ്ങും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഉപ്പുമാവിനുള്ള പാൻ വെച്ചിട്ട് എണ്ണ വെച്ച് കടുകിട്ടതിന് വരിക്കുട്ടിയുടെ ഒരേ നിലവിളിയാണ്. വരിക്കുട്ടിക്ക് കടുകിടാനേ പാടില്ല. എന്നാലും ഞാൻ കുറച്ച് കടുകിട്ടിട്ടുണ്ട്, ഒരു ഭംഗിക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടേ. പിന്നെ അതിൻ്റെ കൂടെ പൊട്ടുകടലയിട്ട് കറിവേപ്പിലയും സവോളയും പച്ചമുളക് കുറച്ച് ഇട്ടിട്ടുള്ളൂ, കുട്ടികളുള്ളതല്ലേ, അവന്മാർക്ക് എരിയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതൊന്ന് നന്നായി വഴറ്റി കൊടുത്തിട്ട് പൊട്ടുകടല ഒന്ന് മൊരിഞ്ഞ് വരണം. ഇല്ലെങ്കിൽ അതിങ്ങനെ കടിക്കുമ്പോൾ കടുകടൊന്നും ഉണ്ടാവില്ല, ഒരു തണുത്ത പോലെ ഉണ്ടാവും. അപ്പോൾ നന്നായി ഒന്ന് വറുത്തെടുത്തിട്ടാണ് ബാക്കി സവോള പച്ചമുളകൊക്കെ ഇടുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് 3 ആൾക്ക് മാത്രമേ വേണ്ടൂ. അതുകൊണ്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടേ ഉള്ളൂ, മതിയാവും. ഇങ്ങനെ കട്ട പിടിക്കാതെ തന്നെ പൊരുന്ന് വരാനായിട്ട് ഉപ്പുമാവ് എത്ര പെട്ടെന്നാണ് ഉണ്ടാക്കാൻ പറ്റുക അറിയുമോ? സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഏറ്റവും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അതേ വെള്ളം തളിച്ചിട്ട് ഞാനിങ്ങനെ റവ ഇട്ട് കൊടുക്കണം. റവ ഇടുമ്പോൾ നമ്മൾ കുറച്ച് പൊക്കിയിട്ടിട്ട് കൊടുക്കണം. ഒറ്റയടിക്ക് കൊട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ കട്ടയാവും. അപ്പോൾ ഇങ്ങനെ പാറ്റി അതായത് ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ കുറച്ച് ഇട്ടിട്ട് 2 കൈയും കൊണ്ട്, 1 കൈ കൊണ്ട് പൊക്കി റവ ഇട്ട് കൊടുക്കുക, 1 കൈ കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, ഇല്ലെങ്കിൽ അത് കട്ട പിടിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല കട്ടയില്ലാത്ത നല്ല ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് വെള്ളം കൂടുതലാണെന്ന് തോന്നും, പക്ഷെ ഒരു കൂടുതലും അല്ല. കുറച്ച് നേരം ഒന്ന് ഇളക്കിയിട്ട് നല്ലോണം ഗ്യാസ് സിം ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നല്ലോണം മൂടി വയ്ക്കുക. മൂടി വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല
കട്ട പിടിക്കാത്ത ഉപ്പുമാവ് നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ മുഴുവനായിട്ട് കാണണേ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മൂടി വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതൊന്നും കൂടി ചൂടാറുമ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റായിട്ടുള്ള നമ്മുടെ റവ ഉപ്പുമാവ് റെഡിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മീൻ വന്നിട്ടുണ്ടായിരുന്നു. മീൻ വാങ്ങി ഞാൻ ക്ലീനിങ് എല്ലാം ചെയ്ത് മസാല തിരുമ്പി ഉച്ചയ്ക്കിലേക്കുള്ളത് വരിക്കുട്ടിക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ ഫ്രൈ ചെയ്യട്ടെ. അപ്പോൾ ദേ ഫ്രൈ ചെയ്യാൻ മീൻ ഇട്ടിട്ടുണ്ട്, മസാല തിരുമ്പലൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. താങ്ക് യു. ടാറ്റാ.